പറപ്പൂരിന്റെ വയലിൽ 25 കൊല്ലം കെട്ടണം. അയാൾ പറഞ്ഞില്ലല്ലോ, അനക്കപ്പെടുന്നൊരു പുതിയ ഹദീസ് കിട്ടി. രണ്ടത്താണി പറയുകയാണെങ്കിൽ സെയ്ദ് മൗലവി പറഞ്ഞിണോ നോക്കണം. തിരൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ അബ്ദുല്ലാജി പറഞ്ഞിണോ നോക്കണം. കടവത്തൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി പറഞ്ഞിണോ നോക്കണം. അങ്ങനെയാണ് പല സ്ഥലത്തെ അവസ്ഥ. ഒരു തരം മദ്ഹബി മാതിരിയാ. അപ്പൊ അവിടെ ആ മൗലവി പറയാത്തത് ആ ആള് അവിടുത്തെ ആ പഴയ മുജാഹിദീങ്ങൾക്ക് ഞാന് വെട്ട അബ്ദുല്ലാജിന്റെ 25 കൊല്ലം കുത്തുപാട്ട് അയാൾ പറഞ്ഞില്ലാലോ, ഞാൻ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിന്റെ എത്ര ചോദ്യത്തെ കുത്തുപാട്ടുകൾ അയാൾ പറഞ്ഞില്ലാലോ. അപ്പൊ പണ്ട് പഠിച്ച എന്തൊക്കെ ഉണ്ടോ അതങ്ങനെ തന്നെ. അതല്ല നമ്മളൊക്കെ പുതിയ ഹദീസ് എവിടുന്നോ കുത്തിക്കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്ന മാതിരി ആളുകളെ നോട്ടവും വർത്താനോ ഒക്കെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാണ്. ഈ രൂപത്തിലുള്ള ഒരു തരം തഖലീദ് മനസ്ഥിതി പല സ്ഥലങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എടവണ്ണ വെച്ച് വല്ലതും പറയണമെങ്കിൽ അലൈമോലി പറഞ്ഞോ നോക്കണം. അലൈമോലി പറയാത്ത വല്ലതും അവിടെ പറഞ്ഞോ നവോ കുടുങ്ങി തന്നെ. അലൈമോലിന്റെ കുത്തുപാട്ടാല ഞങ്ങളൊക്കെ ഓല അതിനകത്ത് പറഞ്ഞില്ലാലോ. അപ്പൊ യഥാർത്ഥത്തിൽ തഖലീദിന്റെ മറ്റൊരു രൂപം നമ്മുടെ ആളുകളിലേക്കും കടന്നു വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഞങ്ങൾ പണ്ടേ ഇത് ഉറപ്പിച്ചതാ. എന്ത് പുറത്ത് നിങ്ങൾ പറഞ്ഞത് ഇജ്തിഹാദാണ് എല്ലാവർക്കും, അകത്ത് നിങ്ങൾ തഖ്ലീദ് മാത്രമാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സ്വഭാവമാണ്. എന്താണ് ഇവരുടെ പ്രമേയം? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട്. നവോത്ഥാനം സാധ്യമാകണമെങ്കിൽ ഇജ്തിഹാദ് നടന്നുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞവർ ഈ പ്രമേയത്തിലൂന്നിയ വിശദീകരണം നടത്തുമ്പോൾ അവരുടെ 2012 ജൂൺ മാസത്തിൽ അൽമനാറിൽ പറയുന്നു, ഇജ്തിഹാദ് വർദ്ധിക്കുന്നു, ഇജ്തിഹാദ് വർദ്ധിക്കുന്നു. പ്രയാസത്തോടെയാണ് ലേഖകൻ പറയുന്നത്. ഞാൻ വായിക്കാം. പണ്ഡിത സഭയോടോ അതിന്റെ കീഴിലുള്ള ഫത്വാ ബോർഡിനോടോ ആലോചിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യാതെ സ്വന്തം നിലക്ക് ഫത്വ നൽകാനും വ്യാഖ്യാനം നൽകാനും ചിലരെങ്കിലും ഈ കാലത്ത് ശ്രമിക്കുന്നുണ്ട് എന്നത് നിഷേധിക്കാവതല്ല. പലപ്പോഴും അത്തരക്കാരുടെ വ്യാഖ്യാനങ്ങൾ ഭയാനകമായ വിപത്തുകളിലാണ് സമൂഹത്തിലും വിപത്തുകളാണ് സമൂഹത്തിലും മുസ്ലിം സംഘടനകളിലും വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇജ്തിഹാദ് പോയാൽ കുഴപ്പമാണ്. പല വാദക്കാരും വാദങ്ങളും ഇവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഇജ്തിഹാദ് അത് പുറത്തുവിടണമെങ്കിൽ പണ്ഡിത സഭയോടോ ഫത്വാ ബോർഡിനോടോ ആലോചിക്കണം. ഇപ്പൊ രാവിലെ തന്നെ ഒരു മൗലവിക്ക് ഒരു ഇജ്തിഹാദ് ഇങ്ങനെ വരിക, ഒരു ഇജ്തിഹാദ് ഇങ്ങനെ വരണ്. അപ്പോ പണ്ഡിത സഭയോട് ചോദിക്കണം, ഒരു ഇജ്തിഹാദ് ഇങ്ങനെ വരുന്നുണ്ട് ട്ടോ, എന്ത് ചെയ്യണം? പ്രസവിക്കണോ, ഛർദിക്കണോ, എന്താ വേണ്ടത് എന്ന് ഫത്വാ ബോർഡിനോട് ചോദിക്കണം. ഇജ്തിഹാദിന് കടിഞ്ഞാൺ വീണുപോയി. നോക്കണേ നിങ്ങൾ, മുജാഹിദ് പ്രസ്ഥാന, മുജാഹിദ് മതമാണ്. ഇതെന്ത് മതമാണ്? ഇന്നലെ പറഞ്ഞത് നേരം വെളുക്കുമ്പോഴത്തിനതിന്റെ മുമ്പ് തിരുത്തിപ്പോയി, മാറ്റിപ്പോയി, ഭേദഗതി വന്നുപോയി. ഇതെന്ത് നവോത്ഥാനം? നിങ്ങളെ മൗലവിമാർ ഇതുപോലെ എന്തെല്ലാം വാദങ്ങൾ ഉന്നയിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മൗലവിമാര് ഒരുപാട് 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 വിഷയങ്ങൾ, അടിസ്ഥാനപരമായ തവസ്സുലുമായി ബന്ധപ്പെട്ട, ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട, ശഫാഅത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് നിങ്ങളുടെ മൗലവിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിലപാടുകളുടെ വ്യത്യാസങ്ങൾ പറയാനുണ്ട്. തൗഹീദിലുള്ള വിഷയങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ പുറത്താക്കിയോ അകത്താക്കിയോ, നിങ്ങളെല്ലാം ഒരുപോലെ അങ്ങനെ പോയി. പക്ഷെ ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? 2012 ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ വരുന്നത് കൊണ്ട് ആ ഇലക്ഷന് വേണ്ടിയിട്ട് മാറ്റിയതാണ് ഇവർ ഇങ്ങനെ ഒരു പുതിയ തൗഹീദ്. സക്കരിയ പറഞ്ഞോട്ടെ. ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ 2012 എന്നാണ് ഇപ്പോ എതിരാളികളും നമ്മളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച എന്നതുപോലെ അനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞങ്ങളൊക്കെ മാറ്റി പറയണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ അവർ പോയി ഇടവണ്ണയിൽ പോയി തൗബ ചെയ്തത്രേ, കരഞ്ഞത്രേ. അവർ രണ്ടുപേര് കരഞ്ഞാ തീരുന്നതാണോ ഈ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ കാത്തു സൂക്ഷിച്ച തൗഹീദ് അതിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുമ്പോ ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി അബ്ദുറഹ്മാൻ സലഫി കുസു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഏത്തമിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമല്ലേ? ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ജമിയത്തുമ്പോ പഠിപ്പിച്ചു തന്നു എന്നാണ് നമ്മളെ സഹോദരൻ അനസ് പറയുന്നത്. നിങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ഇത് പ്രസംഗിച്ച് നടക്കുന്ന എത്ര ആളുണ്ട് ഇവിടെ? ഇതിനു വേണ്ടി വാദിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ?
നിങ്ങളൊന്ന് എഴുതി വിചിന്തനത്തില്, നിങ്ങളൊന്ന് പ്രസംഗിക്കുക ജനങ്ങളോട്, എന്നിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടല്ലേ ഇത് പുറത്തു പറയല്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പുതിയ തൗഹീദ് കണ്ടുപിടിച്ചിട്ട് ആ തൗഹീദ് എല്ലാവരും അംഗീകരിക്കണം എന്നാണ് ഇപ്പോഴത്തെ വാദം. ഇലക്ഷൻ അനുസരിച്ചുണ്ടായ മാറ്റാണ്. ഇലക്ഷൻ അനുസരിച്ച്, കാരണം സക്കരിയനെ കുറെ ആൾക്കാർ പിന്താങ്ങോ, സലഫിനെ കുറെ ആൾ കൈവിടുവോ എന്ന് പേടിച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. കേരളത്തിലെ ഒരു നീണ്ട പതിറ്റാണ്ടുകൾ നിങ്ങൾ ജിന്നു കൂടലിനെയും അടിച്ചറക്കലിനെയും ചികിത്സകളെയും എതിർത്ത ഒരു കാലഘട്ടത്തിൽ ഇബ്നു തൈമിയ്യയുടെ കിതാബുകൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ശക്തമായ സമരം നടത്തിയില്ലേ ആലിമീങ്ങൾ ഈ കേരളത്തില്? ഇല്ലേ? അന്ന് നിങ്ങൾ ഈ സക്കരിയയും സലാം സുല്ലമിയും ഈ അബ്ദുറഹ്മാൻ സലഫിയും സർവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെ ശക്തമായി പ്രസംഗിച്ചില്ലേ? ഞങ്ങൾ വിട്ടു തന്നില്ല. ആദർശത്തിന്റെ മുന്നിൽ ഒടുവിൽ നിങ്ങൾ അടിയറ പറയേണ്ടി വന്നു. ജിന്ന് കൂടുമെന്ന് നിങ്ങൾ പറയേണ്ടി വന്നു, ജിന്ന് കയറുമെന്ന് പറയേണ്ടി വന്നു, ജിന്നിനെതിരെയുള്ള ചികിത്സയുണ്ടെന്ന് പറയേണ്ടി വന്നു. പക്ഷേ KNMന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന അബ്ദുറഹ്മാൻ സലഫിയുടെ ആളുകൾ പറയുന്നു ജിന്നിനെ അടിച്ചറക്കലില്ല. ഇബ്നു തൈമിയ്യ എവിടെ പോയി? നിങ്ങൾക്ക് ആ ഭാഗത്ത് ജമാലുദ്ദീൻ അഫ്ഗാനിക്കും മുഹമ്മദ് അബ്ദുവിനും അപ്പുറത്ത് റഷീദുർ റിളക്കും ജിന്നല്ല. അങ്ങനെ ഒരു വർഗണ്ടോ? വൈറസ്, ബാക്ടീരിയ എന്ന വ്യാഖ്യാനമല്ലേ നിങ്ങൾ നൽകിയത്? മുഹമ്മദ് അബ്ദു നൽകിയത്, റഷീദുർ റിള നൽകിയത്, അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനി നൽകിയത്. ഞങ്ങൾ അതിനെ കേരളത്തിൽ കഴിഞ്ഞകാല ഉലമാ ഇവിടെ ശക്തമായ പോരാട്ടം നടത്തിയില്ലേ ആദർശപരമായി? ഒടുവിൽ നിങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. ഓരോന്നും അംഗീകരിക്കേണ്ടി വന്നു. എണ്ണി അക്കമിട്ട് പറഞ്ഞാൽ നൂറുകണക്കിന് കാര്യങ്ങൾ നിങ്ങളുടെ ആരംഭകാലത്ത് നിങ്ങൾ എതിർത്തത് ഇപ്പോൾ നിങ്ങൾ അംഗീകരിച്ചത്. ഞങ്ങൾക്കതിന്റെ ഒരു പരമ്പര ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഞങ്ങൾ വിശദമായി അങ്ങോട്ട് കടന്നു പോവുകയല്ല. ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. എന്നാൽ ഇന്ന് പറയുന്നു ജിന്ന് കൂടും എന്ന് മാത്രമല്ല, ജിന്നിനെ അടിച്ചറക്കലുണ്ട്. ജിന്നിനെ അടിച്ചറക്കലുണ്ട് എന്ന് മാത്രമല്ല, പിന്നെയോ ചങ്കിൽ ചവിട്ടി ചികിത്സയുണ്ട്. ചങ്കിൽ ചവിട്ടി ചികിത്സ, നെഞ്ഞത്ത് കയറിയിരുന്ന ചികിത്സ, ഇതൊക്കെയാണ് ഇപ്പം മുജാഹിദീങ്ങൾ. നമ്മൾ ഹനീഫ് ഒന്ന് പറയട്ടെ. അത് അവിടുന്ന് വിട്ടു. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ അടിച്ചിറക്കി ചികിത്സിക്കലാണ്. ഇപ്പൊ അവിടുന്ന് മാറി ഇനി ചവിട്ടി ചികിത്സയാ വരാൻ പോകുന്നത്. ചവിട്ടി ചികിത്സയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നടന്നു പോകുന്ന സഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിരടിയിൽ കാൽവെക്കുന്നു. കാരണം അടിക്കുക എന്നത് ജിന്ന് ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽപ്പെട്ടതാണ്. സഹാബികൾ ജിന്ന് മനുഷ്യനെ മറിച്ചു വീഴ്ത്തുന്നത് മനസ്സിലാക്കിയിരുന്നു എന്ന് ഈ റിപ്പോർട്ട് അറിയിക്കുന്നു. ഇത് ഒരു ആധുനിക പണ്ഡിതന്റെ വ്യാഖ്യാനമല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം ദഹബിയുടെ ഒരു ഉദ്ധരണി കൂടി കൊടുക്കാൻ. എന്തിനാ ഇത് തെളിവ് കൊടുത്തത്? ഭ്രാന്തായിട്ട് ഒരുത്ത ഇങ്ങനെ വീണാൽ അടിച്ചാ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ചവിട്ടേം കൂടി വേണമെന്നാ. എവിടെ? ചങ്കിൽ ചവിട്ടണം. ഇതാര് കൊടുത്ത തെളിവാണ് ഹനീഫ? സുന്നികൾ പറഞ്ഞ തെളിവാണോ ഹനീഫ? ഇത് മുജാഹിദ് പറഞ്ഞ തെളിവാണ്. മുജാഹിദ് കുട്ടി മൗലവിമാര്, മുജാഹിദ് ജംഇയ്യത്തുൽ ഉലമയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അടിച്ചറക്കലില്ല, ചവിട്ടി ചികിത്സയില്ല എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം തരാം, തെളിവ് പിടിച്ചോ. ജംഇയ്യത്തുൽ ഉലമക്ക് അറിഞ്ഞുകൂടാത്ത തെളിവ് ഞങ്ങൾ തരാം. തുടങ്ങിയില്ലേ ചോദ്യം? കുട്ടികള്, മുജാഹിദുകളിലെ കുട്ടികൾ ചോദ്യം തുടങ്ങിയില്ലേ? എവിടെ എത്തി പ്രസ്ഥാനം? പിരിച്ചുവിടാൻ കാലം അതിക്രമിച്ചില്ലേ മുജാഹിദുകളെ? ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നോ പിരിച്ചുവിടണ്ടേ ഈ യുക്തിവാദ പ്രസ്ഥാനം? ഓരോ ജംഇയ്യത്തുൽ ഉലമ പണ്ഡിത സഭയോട് കുട്ടികൾ നാട്ടിലിറങ്ങിയിട്ട് ചോദിക്കാണ്, സംഭവം അങ്ങനെ ഉണ്ടല്ലോ, ചങ്കിൽ ചവിട്ടി ചികിത്സിക്കണ്ടേ? എന്തൊക്കെയാണ് കേൾക്കുന്നതെന്നായിരിക്കും ഹൈന്ദവ സഹോദരന്മാരും മറ്റ് സഹോദരന്മാരും ആലോചിക്കുക. അതെ, ഇസ്ലാം മതത്തിൽ കടന്നു വന്ന ഈ പുതിയ വാദക്കാര് എന്തെല്ലാമോ ആയി ഈ സമൂഹത്തെ ചിത്രീകരിക്കാനും അവരെ വഴിതെറ്റിക്കാനും നടത്തിയ ഈ കുൽസിത നീക്കങ്ങളെയും ശ്രമങ്ങളെയും തുറന്നു കാണിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല. ഇവരിങ്ങനെ ഇനിയും പോയാൽ
ഇനിയും പോയാൽ നാളെ ഇവരെന്ത് പറയുമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. കാരണം ഇവരുടെ ഗവേഷണങ്ങളും ഇവരുടെ അന്വേഷണങ്ങളും അടിത്തറകളില്ലാത്ത അന്വേഷണങ്ങളായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലതും തിരുത്തും, പലതും മാറ്റും, പലതും പറയും, പലതും വെട്ടും, പലതും ചുരുക്കും, പലതും കൂട്ടും എന്നത് ഇവരുടെ സ്ഥിരം പല്ലവിയാണ്. ജനം നട്ടം തിരിയും. നട്ടം തിരിയല്ല, ഉറച്ച ഒരു ആദർശത്തിൽ നിങ്ങൾ മുറുക്കെ പിടിച്ചു നിന്നോ എന്ന് പറയാനാണ് ഞങ്ങൾ ഈ സമയത്ത് പ്രധാനമായും എല്ലാ ആളുകളോടും ആഹ്വാനം ചെയ്യുന്ന വിഷയം. എന്നാൽ സിഹിർ ഫലിക്കുമെന്നും സിഹിർ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോ നമ്മളെ മടവൂരികളുണ്ടല്ലോ, അവര് പറഞ്ഞു, അവരിൽ ഒരു കൂട്ടർ അങ്ങനെ ജിന്ന് ഫലിക്കുക എന്ന ഒന്ന് സംഗതിയേ ഇല്ല. അപ്പൊ ഇപ്പുറത്ത് സക്കരിയയും മനസ്സും അതുപോലെ ഹനീഫും ഹദീസോദി, ബുഖാരിയിൽ ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ അതിന് സലാം സുല്ലമി പറഞ്ഞു, ഇല്ലേ ഇല്ല, ആ ഹദീസ് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്. കരിമ്പുലാക്കൽ ഏറ്റുപിടിച്ചു, അപ്പുറത്ത് അലിമദനിയത് ഏറ്റുപിടിച്ചു. എന്നാൽ ആ മടവൂർ ഗ്രൂപ്പിൽ കഷായത്തിക്കാൻ തന്നെ കിട്ടാനില്ല സാധനം. പക്ഷേ ആ മടവൂർ ഗ്രൂപ്പിൽ തന്നെ എത്ര ഗ്രൂപ്പാണ് സഹോദരന്മാരെ. ആ മടവൂർ ഗ്രൂപ്പിലുള്ള മൗലൈമാരിൽ അതേ CP ഉമർ സുല്ലമി പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയിലല്ലേ സംഭവമുള്ളത്, മർദൂദ് തള്ളപ്പെടേണ്ടത് എന്തായാലും പറഞ്ഞൂടാ, മുൽത്തറബാണ്, അതുകൊണ്ട് തവഖുഫ് ചെയ്യേണ്ടതാണ്. മൂപ്പരവാദം ആശയത്തിൽ ചില വ്യത്യാസങ്ങൾ കാണാനുണ്ട്. അതുകൊണ്ട് തവഖുഫ്, തൽക്കാലം അതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്നതാണ് നമ്മുടെ തീരുമാനം. ഖത്തറിൽ മാത്രമല്ല, റൌഫ് മൗലവി വന്നു. ഇയാൾ തട്ടിട്ട് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ആരാണ് ഇവർക്കൊക്കെ മതം പഠിപ്പിച്ചത്? നൂറ്റാണ്ടുകളായി സ്വഹീഹുൽ ബുഖാരി ഇവിടെയില്ലേ? ആലിമീങ്ങൾ കൈകാര്യം ചെയ്തില്ലേ? അവർ കാണാത്ത ഒരു പ്രമാണം, അവർ കാണാത്ത രൂപത്തിൽ വ്യാഖ്യാനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചിട്ട് മൂപ്പർ രോഷാകുലനാവുകയാണ്. ഇതൊക്കെ ഒരു മടവൂർ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലാണ്. കേട്ടോളൂ, മുജാഹിദിലെ മൗലവിമാർ ഒന്നിച്ച് അതാ വരി വരിയായി പറയാൻ പോകുന്നു. ഞാൻ പറഞ്ഞത് ബുഖാരിയിലെ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസിനെ പറ്റി മടവൂരികളുടെ വിവിധ അഭിപ്രായങ്ങളാണ്. ഓരോരുത്തരും പറയൂ അത് അവരുടെ ആശയങ്ങൾ. നന്നായി ശ്രദ്ധിച്ചു കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഖുർആൻ എതിരാണ്, അതിനാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞ സനദിന് എന്താണ് പോക്ക? കാരണം ഇഷാമുൻ അൻ അബീന്റെ സനദ് നിരുവാദികൾ സ്വീകരിക്കാമെന്ന് ഷാഫി അല്ലുമ പറയുന്നുണ്ട്. എന്നാൽ നബിക്ക് സിഹർ ബാധിച്ച് ചെയ്യാത്തവരെ കാര്യങ്ങൾ ചെയ്തതായി അങ്ങനെ തോന്നിയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു കൂടെ വന്ന ഏതാനും ഹദീസുകളുണ്ട്. ആയിഷ റളിയല്ലാഹുവിനെക്കാണ് നബിക്ക് തോന്നിയത് എങ്ങനെയാണ് മനസ്സിലായത്? അത് സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഹദീസുകളുടെ പദങ്ങൾ തന്നെ വിവിധ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ വന്ന ഹദീസുകൾ മുൽത്തരിബാണ് എന്നാണ് ഹദീസിന്റെ സാങ്കേതിക ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. മുൽത്തരിബായ ഹദീസ് അത് സനദ് ശരിയാണെങ്കിൽ തന്നെ അതിൻ്റെ ആശയം അംഗീകരിക്കാൻ പറ്റുകയില്ല, അത് മാറ്റിവെക്കണം, തള്ളിക്കളയുന്നില്ല. പരമ്പര ശരിയായതുകൊണ്ട് മർദൂദ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ, എന്നാൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ തവഖുഫ് ചെയ്ത് മാറ്റിവെക്കണം എന്നാണ് ഹദീസിന്റെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് അത് പരിശുദ്ധ ഖുർആന്റെ ആശയത്തിന് എതിരാണ് എങ്കിൽ. പിന്നെ നബിക്ക് സിഹിർ വലിച്ചെന്നുള്ള ഹദീസാണ്. അത് ഞാൻ അതിൻ്റെ സനദിന്റെ അടിസ്ഥാനത്തിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ദുർബലമാണ്, അസ്വീകാര്യമാണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പിന്തുടരുന്ന ആശയാദർശത്തിന് എന്താ കൂട്ടരെ എന്താ കുഴപ്പം സംഭവിച്ചുള്ളത്? പ്രത്യേകിച്ച് അത് പരിശുദ്ധ ഖുർആന്റെ ആശയത്തിന് എതിരാണ് എങ്കിൽ. ഖുർആൻ എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തെ ദീനിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്തുണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മനെ അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പടച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇതൊരു അലമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആൻ നിരക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെപ്പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്. ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്?
പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രേ. കേട്ടോ, എന്താണ് സംഭവം? സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മടവൂരികളിലെ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത ആശയങ്ങൾ പറയാൻ. പിന്നെ എവിടെ ഇവർക്ക് നിലനിൽപ്പ്? മടവൂർ വിഭാഗത്തിലേക്ക് പോകാൻ പറ്റുമോ? എവിടെ പോകാൻ പറ്റുക? ഇനി ഞാൻ പറയട്ടെ, എടവണ്ണയിൽ നടന്ന ഇവരുടെ മുഖാമുഖം പരിപാടി ഉണ്ടല്ലോ, ആ മുഖാമുഖം പരിപാടിയിൽ ഒരാളുടെ ചോദ്യം നന്നായി ശ്രദ്ധിക്കണേ, ഇത് അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. ചോദ്യം എന്താ? നിങ്ങൾ പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റൂല, മലക്കിനോട് സഹായം ചോദിക്കാൻ പറ്റൂല എന്നൊക്കെ ആണല്ലോ. അത് ചോദിച്ചാൽ ശിർക്കാകും എന്നാണല്ലോ. എന്നാൽ ജിന്ന് ഉപദ്രവിക്കും, ശരീരത്തിൽ കൂടി ഉപദ്രവിക്കും എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ജിന്ന് എന്ന് പറയുന്ന ഒരു അദൃശ്യ ജീവിയാണല്ലോ. അപ്പൊ ജിന്ന് മനുഷ്യനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ടുള്ള ഉപദ്രവമാണല്ലോ. എങ്ങനെ? ചോദിക്കുന്ന ചോദ്യകർത്താവ് മർമ്മത്തിൽ പിടിച്ച ചോദ്യ. മൂപ്പര ചോദ്യം എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് അള്ളാഹു അല്ലാത്തവർ ഉപദ്രവിക്കുമെന്നാണല്ലോ. ജിന്ന് മനുഷ്യരീരത്തിൽ കയറിക്കൂടി ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം. അപ്പോൾ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാകൂലേ? ചോദ്യകർത്താവിന്റെ ചോദ്യം. അപ്പോ അനസിന്റെ മറുപടി എന്താണെന്നറിയോ? ഇത് ഖുറാഫികളുടെ ചോദ്യമാണ്. നന്നായി കേൾക്കണം, ഇത് ഖുറാഫികളുടെ ചോദ്യമാണ് എന്ന് പറഞ്ഞാല് നമ്മളെ പറ്റിയാ പറഞ്ഞത്. മുജാഹിദീങ്ങളെ, ഖുറാഫികളുടെ ചോദ്യമാണ്. അതൊരു രംഗമാണ്, നിങ്ങളൊന്ന് കേൾക്കണം. ചോദ്യം വരട്ടെ, അനസിന്റെ മറുപടിയും വരട്ടെ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അനസ് മൗലവിന്റെ മറുപടി എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ഈ ഒരു അവർ ഒപ്പിട്ട ഈ കാര്യം അംഗീകരിക്കും, അതായത് ജിന്നുബാധ മൂലം രോഗമുണ്ടാക്കുമെന്ന് അംഗീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അതിന് തെളിവ് പറയണം, ഏതൊക്കെ രോഗമാണ്, പ്ലേഗ്, അപസ്മാരം മുതലായവ ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ചോദ്യത്തിലുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം ഇതിനോട് ഒരു ഉപചോദ്യമാണ്, തൗഹീദുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ജിന്നുകൾ രോഗമുണ്ടാക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറത്തുള്ളതാണോ, അതായത് അധീനമായതാണോ, അതോ അപ്പുറത്തുള്ളതോ? ഇപ്പുറത്തുള്ളതാണെങ്കിൽ ജിന്നുകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറത്തുള്ള സഹായവും ഉപദ്രവവും ചെയ്യുമോ? അപ്പുറത്തുള്ളതാണെങ്കിൽ ജിന്നുകൾ രോഗമുണ്ടാക്കുക എന്ന് വിശ്വസിച്ചാൽ അപ്പുറത്തുള്ള സഹായവും ഉപദ്രവവും, കാര്യകാരണ ബന്ധത്തിൻ്റെ അതീതമായ സഹായവും ഉപദ്രവവും ചെയ്യാൻ കഴിയും, ജിന്നുകൾക്ക് കഴിയും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാവില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. കേട്ടില്ലേ? ചോദ്യം കേട്ടില്ലേ? എന്ത്? ജിന്ന് ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ, ജിന്ന് മനുഷ്യരീരത്തിൽ കയറിയിട്ട് ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ അത് ജിന്ന് അദൃശ്യ ജീവിയാണല്ലോ. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ടുള്ള ഉപദ്രവം അല്ലാഹ് അല്ലാത്തവരിൽ നിന്നുണ്ടാകലാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ജിന്ന് ശരീരത്തിൽ കയറിക്കൂടി ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരൂലേ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ടുള്ള ഉപദ്രവം അള്ളാഹു അല്ലാത്തവരിൽ നിന്നുണ്ടാവുമെന്ന് വിശ്വസിക്കലായില്ലേ? ചോദ്യം മർമ്മത്തിൽ പിടിച്ച ചോദ്യ. ഇതാണ് ഖുറാഫികളുടെ ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യകർത്താവിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ മറുപടി പറയുന്നത്, വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് പറയുന്നു. ചോദ്യകർത്താവ് വിഷമിക്കരുത്, അദ്ദേഹത്തിലാക്കാക്കില്ല, വിഷയത്തിലാക്കാക്കി പറയുന്നു. ഇത് ഖുറാഫികളുടെ ചോദ്യമാണ്. കാര്യകാരണ ബന്ധത്തിന് അകത്തുള്ളതാണോ പുറത്തുള്ളതാണോ? ഒരു കാര്യം അല്ല പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു. അവിടെ കാര്യകാരണ ബന്ധത്തിന് അകത്തുള്ളതാകട്ടെ പുറത്തുള്ളതാകട്ടെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ കാര്യകാരണത്തിന് അകത്തുള്ളതാണോ പുറത്തുള്ളതാണോ എന്ന് ചോദിക്കുന്നത്? ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് സ്ഥാപിക്കാനല്ലേ? ജിന്നിനോടുള്ള ചോദ്യം അല്ലെങ്കിൽ ജിന്നിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇടപെടലുകൾ കാര്യകാരണ ബന്ധത്തിന് അകത്തുള്ളതാണ്, അതുകൊണ്ട് ജിന്നോട് തേടാമെന്ന് സമർത്ഥിക്കാനല്ലേ? അതിനുവേണ്ടിയല്ലേ? മലക്കിന്റെ ഇടപെടൽ കാര്യകാരണ ബന്ധത്തിന് അകത്തുള്ളതാണ്, പുറത്തുള്ളതല്ല, അതുകൊണ്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന ഈ വാദം സമർത്ഥിക്കാനല്ലേ? അല്ല പറഞ്ഞു എന്ത്? ജിന്നിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്ന്. അതിനെന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചെയ്യുക, അഭയം ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ മലക്കുകളുടെ സഹായം ഉണ്ടാകും, ഹഫളത്തിന്റെ മലക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെന്താ വേണ്ടത്? മലക്കേത് ചോദിച്ചടക്കണോ? ആണോ? അല്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താണ് എന്താ പറഞ്ഞത്? മൂപ്പര് കണ്ണുരുട്ട. എങ്ങനെ? ഇത് ഖുറാഫിയുടെ ചോദ്യമാണ്. ആരെ ചോദ്യാൽ എന്താ മറുപടി പറഞ്ഞൂടെ? ചോദ്യം ആരുടേതായാൽ എന്താ മറുപടി വേണ്ടേ സഹോദര?
ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു അബദ്ധമായ അടിത്തറയെ പൊളിക്കുന്ന ചോദ്യം. എന്നാ നിങ്ങൾ പറഞ്ഞാ പോരെ, അല്ല പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ അടിത്തറ തെറ്റാണെന്ന് പറഞ്ഞാ പോരെ. നിങ്ങൾ പറഞ്ഞ എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ടുള്ള ഉപദ്രവം അല്ല അല്ലാത്തവരിൽ നിന്ന് നമ്മൾ ഭയപ്പെട്ടാൽ അത് ശിർക്കാകുന്നല്ലേ? ഈ നിർവചനം അല്ല പറഞ്ഞോ? ഈ നിർവചനം ഹദീസിലുണ്ടോ? ഈ നിർവചനം കിതാബുകളിലുണ്ടോ? ഇത് റഷീദ് കൊണ്ടുവന്ന നിർവചനമാണ്. ഈ നിർവചനത്തെ നിങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് ചോദിക്കുന്നു ചോദ്യകർത്താവ്, അങ്ങനെയാണെങ്കിൽ ജിന്നിന്റെ ഉപദ്രവം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകൂലേ? ചോദ്യം അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇയാൾ പറഞ്ഞെന്താണ്? അല്ലാഹു ഖുർആനിൽ ജിന്നിന്റെ ഉപദ്രവം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യകാരണ ബന്ധം ചോദിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കണോ? ഇത് ഖുറാഫിയുടെ ചോദ്യമാണ്. മൗലവി, സഹോദര, സുഹൃത്തെ, ആ അടിത്തറ പൊളിഞ്ഞു തകർന്നു വീണു എന്ന് ആദ്യം പറഞ്ഞിട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞാൽ ചോദ്യകർത്താവ് അംഗീകരിക്കും. വെറുതെ ഖുറാഫികളുടെ ചോദ്യം എന്ന് പറഞ്ഞ് കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല. വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇവരുടെ അടിത്തറ പൊളിഞ്ഞു തരിപ്പണമായിരിക്കുകയാണ്. ഇതൊരു ഷീട്ട് കൊട്ടാരമാണ്, ഇതൊരു മണൽക്കോട്ടയാണ്. ഈ മണൽക്കോട്ടയ്ക്ക് നിലനിൽപ്പില്ല എന്ന് അവരുടെ കൂടെയുള്ളവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സക്കരിയ സലാഹി തന്നെ പറയുന്ന നിങ്ങൾ കേൾക്കണേ, നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിനെ, ഷഹാദത്ത് കലിമയെ മടക്കി ചൊല്ലേണ്ടവരാണ്. മുജാഹിദുകളെ പറ്റി അതാ സക്കരിയ സലാഹി പറയുന്നു, നമ്മളെയൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് രണ്ടാമത് ചൊല്ലേണ്ട ജാതി നിഷേധത്തിലേക്കാണ് നമ്മൾ ആളുകൾ പോണത്. പച്ചയായ ഹദീസ് കാണിച്ചു കൊടുത്താൽ പോലും ഒരൊറ്റ തള്ളലാ. സാധാരണക്കാർ മാത്രമല്ല, മൗലൈമാരും തള്ളും. മൗലൈമാരോട് പറയാനാ ഇപ്പൊ പേടി. കാരണം സാധാരണക്കാർ അത്ര തള്ളൂല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ലേ, ഒന്നൊന്ന് പേടിക്കണ്ടേനി എന്നുണ്ടോ? മറ്റേതെങ്കിലും ഒരൊറ്റ തട്ട എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. ഇപ്പൊ ബുദ്ധിക്ക് അനുസരിച്ചൊക്കെ തള്ളലാണല്ലോ സലാഹുല്ലമി പഠിപ്പിച്ചു വെച്ചിരിക്കണേ. ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ തള്ളുക, പുറംകാലം കൊണ്ട് തട്ടുക, അല്ലേ? സഹീഹായ ഹദീസ് റസൂലിന് നേരിട്ട് വന്ന് പറഞ്ഞ് എനിക്കൊന്നും നിഷേധിക്കാൻ പറ്റും? അള്ളാന്റെ റസൂൽ നേരിട്ട് വന്ന് മുഹമ്മദ് നബി പറഞ്ഞ അതുപോലെ തന്നെ സഹീഹായ ഹദീസിൽ ഒരു കാര്യം കണ്ട അത് ചെയ്തില്ലെങ്കിൽ, അത് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ഷഹാദത്ത് പൊളിഞ്ഞു എന്ന അർത്ഥം. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മുജാഹിദുകളാകണം, മുജാഹിദുകളാകണം, സലഫികളാകണം. ഏത് മുജാഹിദ്, ഏത് സലഫി? ഏത് മുജാഹിദാകണം, ഏത് സലഫി ആകണം? ഏത് മുജാഹിദ് ആകേണ്ട? സക്കരിയന്റെ കൂടെയോ? അപ്പുറത്തുള്ളവർ പറയൂലേ മുശ്രിക്കാൻ, അപ്പുറത്തോ സക്കരിയ പറയൂലേ മുശ്രിക്കാൻ. അപ്പൊ ഷഹാദത്ത് കലിമ ചൊല്ലണമെന്നാണ്, മടക്കി ചൊല്ലണമെന്നാണ്. ചൊല്ലിക്കോ, നിങ്ങൾ ഇതുവരെ ചൊല്ലിയതുപോലെ പോരാ. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 137ാമത്തെ സൂക്തമായി അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ്. മുജാഹിദ് സഹോദരങ്ങളോട് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. സ്വഹാബത്ത് എപ്രകാരം വിശ്വസിച്ചുവോ അപ്രകാരം അവർ വിശ്വസിച്ചാൽ അവർ സന്മാർഗത്തിലായി. അവർ സന്മാർഗത്തിലായി. സന്മാർഗത്തിൽ വരണോ? ജൂതന്മാർക്ക് വരണോ? ക്രിസ്ത്യാനികൾക്ക് വരണോ? സർവനിഷേധികൾക്കും വരണോ? സന്മാർഗം ലഭിക്കണോ? അവരെന്ത് വേണം? അതേ, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചോ ആ വിശ്വാസം പോലെ അവർ വിശ്വസിച്ചാൽ അവർ സന്മാർഗികളായി കേട്ടോ. ഇന്ന് നവോത്ഥാനം പറയുന്നുണ്ടോ ല്ലോ നിങ്ങൾ? നവോത്ഥാനത്തിന്റെ ആശയം എന്ന പേരിൽ നിങ്ങളുടെ ആശയത്തെ എഴുന്നള്ളിക്കുന്നുണ്ടല്ലോ. പറയട്ടെ, നിങ്ങൾ പറഞ്ഞതെന്താണ്? സ്വഹാബത്തിന് ഇവിടെ നവോത്ഥാനം വരുത്താൻ കഴിഞ്ഞില്ല, ഞങ്ങളാണ് നവോത്ഥാനം വരുത്തിയത് എന്നാണ്. ചോദിക്കട്ടെ, എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞാല്? എന്താണ് മുജാഹിദുകളെ നവോത്ഥാനം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്? എന്റെ മാന്യ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണ്. അതേ, മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ രംഗത്ത് സംഭവിക്കുന്ന പരാജയങ്ങളെ, അപജയങ്ങളെ
പോരായ്മകളെ, ന്യൂനതകളെ പരിഹരിക്കുന്ന, ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പരിഹരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ നവോത്ഥാനം, തജ്ദീദ് എന്ന് പറയപ്പെടുന്നത്. ഈ അർത്ഥത്തിലും വിവക്ഷയിലും മുജാഹിദുകളുടെ പ്രവർത്തനം നവോത്ഥാനം എന്ന പേര് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അബദ്ധമാണ്, അബദ്ധമാണ്. എന്തേ അങ്ങനെ പറയാൻ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസമാണ് അവന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ? അങ്ങനെ വരുമ്പോൾ ആ വിശ്വാസ രംഗത്ത് അബദ്ധങ്ങൾ മാത്രം ഓരോ മൗലവിയും അവതരിപ്പിച്ചു എന്നതുകൊണ്ട്, വൈരുദ്ധ്യങ്ങൾ മാത്രം പഠിപ്പിച്ചു എന്നതുകൊണ്ട് വിശ്വാസ രംഗത്ത്, ആത്മീയ രംഗത്ത് ഒരു പരിഷ്കരണമോ ഒരു കേടുപാടുകളെ തീർക്കലുകളോ നടത്തിയ വിഭാഗം എന്ന് പറയില്ലെന്ന് മാത്രമല്ല, കേടുപാടുകൾ നിറച്ച ഒരു മതമെന്നും മൗലവിമാരെന്നുമാണ് മുജാഹിദ് മതത്തെ പറ്റിയും അതിലെ പുരോഹിതന്മാരെ പറ്റിയും പറയുക. അപ്പോൾ അടിസ്ഥാനപരമായ വിഷയത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടുവന്ന വിഭാഗം എങ്ങനെ നവോത്ഥാനം അവകാശപ്പെടും സഹോദരാ? ഒരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കണം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ചോദിക്കട്ടെ, മനുഷ്യ സമൂഹത്തിൽ നിന്ന് ആത്മീയത എന്ന അകക്കാമ്പിനെ ഊരിക്കളയുന്ന പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ടുവന്ന നിങ്ങൾക്ക് നവോത്ഥാനം അവകാശപ്പെടാൻ കഴിയുന്നതെങ്ങനെ മുജാഹിദ്? സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിക സമ്പൽ വ്യവസ്ഥിതിയെ തകിടം മറിച്ചുകൊണ്ട് ഹീലത്തുർ റിബ എന്ന പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച് മുസ്ലിമിന് പലിശ വാങ്ങാനുള്ള കുതന്ത്രങ്ങൾ എന്ന പേരിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ച നിങ്ങൾക്ക് നവോത്ഥാനം എന്ന പേര് ഉപയോഗിക്കാൻ അർഹതയും യോഗ്യതയും എവിടെ നിന്ന് ലഭിച്ചു മുജാഹിദേ? ആലോചിക്കേണ്ട വിഷയമാണ്. എന്താ മാധ്യമത്തിലെ റിപ്പോർട്ട്? എന്താ റിപ്പോർട്ട്? ജിന്ന വിവാദം, മുജാഹിദ് സമ്മേളന പ്രചാരണത്തിന് കീഴ്ഘടകങ്ങൾക്ക് വിലക്ക്. ഒരു സമ്മേളനം പ്രഖ്യാപിക്കുക, അതിന്റെ പ്രചാരണ പ്രവർത്തനം നടത്താൻ കീഴ്ഘടകങ്ങൾക്ക് വിലക്ക് പോലും അവകാശമില്ല. കാരണം ഓരോ കീഴ്ഘടകത്തിലും ഇത് നടത്തുമ്പോൾ ജിന്നൂരികൾ അധ്യക്ഷ സ്ഥാനം കൈയടക്കിയാലോ, ജിന്നൂരികൾ സക്കരിയാക്കൾ അവർ ഉദ്ഘാടകരായാലോ, അതുകൊണ്ട് ഓരോ പ്രദേശത്തും ഈ ജിന്നൂരികളുടെ വിഹാരങ്ങളുണ്ട്. അതുകൊണ്ട് തൽക്കാലം യൂണിറ്റുകളിൽ അങ്ങനെ പരിപാടി വേണ്ട, പഞ്ചായത്തിൽ വേണ്ട. നമ്മുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന സംഘടനയിലെ പ്രസ്ഥാനത്തിലെ നേതൃതലയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ വന്ന് സമ്മേളനത്തിന്റെ പ്രചരണം നടത്തട്ടെ എന്ന് പറയുന്നിടത്തേക്ക് ഒരു പ്രസ്ഥാനം അതിന്റെ അണികളെ തന്നെ പേടിക്കുന്ന ദുർഘടമായ ഒരു സന്ധിയെ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കെവിടെയാണ് നിലനിൽപ്പുള്ളത്? എവിടെയാണ് നിങ്ങൾക്ക് നിലനിൽപ്പുള്ളത് മുജാഹിദ് സഹോദരന്മാരെ? ആലോചിക്കേണ്ട കാര്യമല്ലേ? അതുകൊണ്ട് വളരെ ഗണ്യതമായി, വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിആയാതില്ലാഹ്. വേദക്കാരോട് അള്ളാഹു ചോദിക്കുകയാണ്, ഓ വേദക്കാരെ, ഓ ജൂത ക്രൈസ്തവരെ, ലിമ തക്ഫുറൂന ബിആയാതില്ലാഹ്, അള്ളാഹുവിന്റെ ആയാത്തുകൾ നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? വഅൻതും തശ്ഹദൂൻ, ഇത് സത്യമാണെന്നതിന് നിങ്ങളും സാക്ഷികളല്ലേ? യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ഓ വേദം നൽകപ്പെട്ടവരെ, ഇഞ്ചീലിന്റെ തൗറാത്തിന്റെ അവകാശികൾ എന്ന് പറയുന്നവരെ, അത് ഏതൊരു സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടുവോ അതിന് സാക്ഷികളായ ജനവിഭാഗമേ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ സത്യവും അസത്യവും എന്തിനാ കൂട്ടിക്കുഴക്കുന്നത്? വതക്തുമൂനൽ ഹഖ്ഖ, സത്യം എന്തിനാ നിങ്ങൾ മറച്ചു വെക്കുന്നത്? വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് സത്യം എന്തെന്ന് അറിയാമല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തിനാ സത്യം മൂടി വെക്കുന്നത്? നിങ്ങൾ എന്തിനാ ഹഖ്ഖും ബാത്തിലും കൂട്ടിക്കലർത്തുന്നത്? പടച്ച റബ്ബിന്റെ ചോദ്യമില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമില്ലേ? ഓ മുജാഹിദ് പുരോഹിതന്മാരെ, മുജാഹിദ് പുരോഹിതന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സാധാരണക്കാരെ, അങ്ങനെ മൗലവിമാരെ കൊണ്ട് നടക്കുന്ന അനുയായികൾ, ആലോചിക്കുക. പടച്ച റബ്ബിന്റെ മതത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ മൗലവിമാർക്ക് കൂട്ടുനിൽക്കണോ?
വളരെ നസീഹത്തോടുകൂടെ ഞാൻ ചോദിക്കുകയാണ്, ഒരു ഉപദേശം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഈ മൗലവിമാർക്ക് നിങ്ങൾ കൂട്ടുനിന്ന് കൊടുക്കണോ? അവർക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണോ? അവർക്ക് സാഹചര്യങ്ങൾ നിങ്ങൾ അനുകൂലമാക്കി കൊടുക്കണോ? അവരുടെ പിന്നിൽ നിങ്ങൾ കൈയടിച്ച് നടക്കണോ? നാളെ തൗബ ചെയ്ത് മൂപ്പര് കയ്യും തട്ടിയിട്ട് മെല്ലെ കൈ കഴുകി അങ്ങ് പോകുമ്പോ നിങ്ങൾ എവിടെയാ നിൽക്കുക? നിങ്ങളെ സ്റ്റാൻഡ് എന്താണെന്നാണ് നിങ്ങൾ പറയുക? നിങ്ങൾ ആരുടെ കൂടെയാണെന്നാണ് ചിന്തിക്കുക? ഓർക്കണേ, ഇത് ആഖിറത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ചാഞ്ചല്യമില്ലാത്ത തൗഹീദില്ലേ, മഹാന്മാരുടെ ഖബർ സിയാറത്തിന് പോയാൽ നിങ്ങൾ ശിർക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചില്ലേ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക്, മഖ്ബറയിലേക്ക് വിഷമം സംഭവിക്കുമ്പം പോയി എന്ന സംഭവം അതാ കിതാബുകളായ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നില്ലേ? ചരിത്ര ഗ്രന്ഥങ്ങളിലില്ലേ? നിങ്ങളത് തള്ളിപ്പറഞ്ഞില്ലേ? ഏത് കാലഘട്ടങ്ങളിലും മഹത്തുക്കളോടുള്ള ഇസ്തിഹാസകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതേ, മഹാന്മാര് നടത്തിയിട്ടുണ്ട്. യർകന മുഅ്തമിദി വഇസ്മതലഇദി വമലാദ മുൻതജിൻ വജാറ മുജാവിരി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവലംബിക്കുന്നവരുടെ അവലംബ കേന്ദ്രമായ, സഹായം ചോദിച്ചു വരുന്നവർക്ക് സഹായം കൊടുക്കുന്ന, അതേ അഭയം തേടി വരുന്നവർക്ക് അഭയം കൊടുക്കുന്ന നബിയേ, റസൂലുള്ളാഹിനെ പുകഴ്ത്തിയതല്ലേ? വഅർമുഖു നൂറൽ ലിൽ ഹബീബി മുഹമ്മദി ഇമാമിൽ ബറായ خير كل الخليقة وأشكو إليه الوجد والسقم والجوى ليرثي لحالي في الهوى وصبابتي وأنشده يا خير من واطئ الثرى ويا خير مرسول إلى خير أمتي. നബിതങ്ങളുടെ ബഹുമാനങ്ങളും മഹത്വങ്ങളും പാടിയിട്ട് മഹദിയായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ബിഹഖീക കുല്ലി ഫീ മാദിയ ഷാഫിയ വ അൻത ഗിയാഫി ഫീ അമാനി വശിദ്ദതി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്, അവിടുത്തെ സഹായം അത് പ്രതീക്ഷിക്കുന്നത് അതാ അവിടുത്തെ വരികളിലൂടെ പ്രകടിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ചാഞ്ചല്യമില്ലാത്ത തൗഹീദാണ്, ഇത് മാറ്റമില്ലാത്ത തൗഹീദാണ്, ഇത് അന്നും ഇന്നും ഒരുപോലെയാണ്. സുന്നി സമൂഹത്തിന് അന്നും ഇന്നും ഒരേ ആശയമാണ് തൗഹീദിന്റെ വിഷയത്തില്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുലർത്തിയതാണ്, സ്വഹാബത്ത് നടപ്പിലാക്കിയതാണ്, നബിമാര് കൊണ്ടു നടന്നതും പ്രചരിപ്പിച്ചതും അതാണ്, പരിശുദ്ധ ഖുർആനിലുള്ളതും അത് തന്നെയാണ് കേട്ടോ. ആ പരിശുദ്ധമായ തൗഹീദിന്റെ ചാഞ്ചല്യമില്ലാത്ത ഉറച്ച സ്ഥിരതയുള്ള അചഞ്ചലമായ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് ജീവിച്ചു മരിക്കണോ? മഹാന്മാരുടെ വഴിയിലേക്ക് വന്നോ? സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ? മൗലവിമാരുടെ അബദ്ധവാദങ്ങൾ അതാ വലിച്ചെറിഞ്ഞോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യമായ വഴികൾ മുറുകെ പിടിച്ച് ജീവിച്ചു മരിക്കാൻ, കാമിലായ ഈമാനോടെ മരിക്കാൻ, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.